നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് സിംഗിൾ ഫേസ് ഡിവിയിൽ നിന്നും നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. രണ്ട് റൂമാണ് ഞാനിതിൽ വയറിംഗ് ചെയ്ത് കാണിക്കുന്നത്. കൂടാതെ ഒരു പവർ സോക്കറ്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും വാച്ച് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് സിംഗിൾ ഫേസ് വയറിംഗ് എങ്ങനെയാണ് വീടുകളിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ കാണുന്നത് DB ആണ്. DBയിൽ ഫസ്റ്റ് കാണുന്നത് ഡ്യുവൽ പോൾ ഐസൊലേറ്ററാണ്, അതായത് ഡ്യുവൽ പോൾ MCB. ഇത് 40 ആംപിയറിൻ്റെ ആണ്. 3 ബെഡ്റൂമുള്ള ഒരു വീട്ടിലേക്ക് 40 ആംപിയറിൻ്റെ ഒരു ഡ്യുവൽ പോൾ MCBയും കൂടാതെ ഈ കാണുന്ന പോലെ ELCBയും 40 ആംപിയർ മതിയാവും. ഇനി കൂടുതൽ ലോഡ് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 63 ആംസ് ഉപയോഗിക്കാവുന്നതാണ്. RCBയുടെ ഫുൾ ഫംഗ്ഷൻ ഞാൻ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വർക്കിംഗ്, ഇതെങ്ങനെയാണ് ട്രിപ്പ് ആകുന്നത്, എന്തെല്ലാം കാരണങ്ങളാൽ ഇത് ട്രിപ്പാകും എന്നതിനെ പറ്റിയുള്ള ഫുൾ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും അത് വാച്ച് ചെയ്യുക. കൂടാതെ 6 MCBകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. റൂമുകളിലേക്കുള്ള സർക്യൂട്ടിനായി 6 ആംസ് ഉപയോഗിച്ചാൽ മതിയാവും. കൂടാതെ പോയിന്റ്, അതായത് നമ്മുടെ ഫ്രിഡ്ജ് മോട്ടറുകൾക്കൊക്കെ 10 ആംസിൻ്റെ MCB ആണ് ഉപയോഗിക്കുന്നത്. താഴെ കാണുന്ന ഈ ലിങ്ക് ബാർ എർത്ത് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ഈ ലിങ്ക് ബാർ ഒരു കോപ്പർ വയറിട്ട് മണ്ണിലേക്ക് ഗ്രൗണ്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ന്യൂട്രൽ ലിങ്ക് ബാറാണ്. ന്യൂട്രൽ ലിങ്ക് ബാറും എർത്ത് ലിങ്ക് ബാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ കാണാം, ഇവിടെ ഒരു റൗണ്ട് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു ഇൻസുലേറ്റർ ഉപയോഗിച്ചായിരിക്കും ഈ ലിങ്ക് ബാർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ DBയുടെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ ആയിരിക്കും ലിങ്ക് ബാർ കണക്ട് ചെയ്തിരിക്കുക. എന്നാൽ എർത്ത് ലിങ്ക് ബാർ ബോഡിയിൽ തന്നെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ നമുക്ക് തിരിച്ചറിയാവുന്നത്. രണ്ടും ഒരേ ടൈപ്പ് ലിങ്ക് ബാർ ആയിരിക്കും. ഏതാണ് ന്യൂട്രൽ ഏതാണ് എർത്ത് എന്നറിയണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതിൽ ഇൻസുലേറ്റർ ഉണ്ടായിരിക്കും, ഇതിൽ ഇൻസുലേറ്റർ ഇല്ലാതെ ഡയറക്റ്റ് ബോഡിയിൽ സ്ക്രൂ ചെയ്തിരിക്കും. കൂടാതെ റൂം 1, റൂം 2 എന്നിങ്ങനെ 2 റൂമുകളിലെ വയറിംഗ് ആണ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, റൂം 1ൽ 4 സ്വിച്ച്, സോക്കറ്റ്, ഫാൻ്റെ റെഗുലേറ്ററുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് 2 ബൾബും ഒരു ഫാനുമുള്ള റൂമിലേക്ക് 4 സ്വിച്ചിൻ്റെ മൊഡ്യൂളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. 4 സ്വിച്ചും 2 സോക്കറ്റിനുമുള്ള മൊഡ്യൂളാണ് നമ്മൾ ബോക്സ് ഫിറ്റ് ചെയ്യുന്നത്. സോക്കറ്റ് വേണ്ട എങ്കിൽ 3 സ്വിച്ചും ഒരു റെഗുലേറ്ററിനുള്ള പോയിന്റും മതിയാവും. DBയിലേക്ക് തന്നെ വരാം. DBയിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ഫേസ്. ഇത് മീറ്ററിൽ നിന്നും വരുന്ന ഫേസും ന്യൂട്രലുമാണ് ഈ NP എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ELCBയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ELCBയുടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രൽ കണക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ ഫേസും കണക്ട് ചെയ്തിട്ടുണ്ട്. RCBയുടെ റൈറ്റ് സൈഡിലുള്ള ഈ സ്ക്രൂവിൽ നിന്നും ഒരു വയർ ഈ കാണുന്ന MCBകളുടെ നടുക്കുള്ള ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അവിടെ നിന്നും ഇതുപോലെ എല്ലാ MCBകളും ലൂപ്പ് ചെയ്ത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായി ന്യൂട്രലാണ്. ന്യൂട്രൽ ഇവിടെ നിന്നും RCBയുടെ ഔട്ട്പുട്ടിൽ നിന്നും നേരെ ലിങ്ക് ബാറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ DBയിൽ സപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ MCBകളിലെല്ലാം സപ്ലൈ വന്ന് നിൽക്കുന്നതാണ്. നമുക്ക് ഈ പവർ സോക്കറ്റിൻ്റെ വയറിംഗ് ആദ്യം നോക്കാം. അതായത് ഈ ഫസ്റ്റ് MCBയിൽ നിന്നാണ് ഇതുപോലെ ഒരു വയർ സ്വിച്ചിൻ്റെ അടിവശത്തായി കണക്ട് ചെയ്യുക. സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിന്റിൽ നിന്നും സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലെ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു വയർ കണക്ട് ചെയ്യുക. തുടർന്ന് ന്യൂട്രൽ കണക്ട് ചെയ്യണം. ന്യൂട്രൽ ഇവിടെ ലിങ്ക് ബാറിൽ നിന്നും ഡയറക്റ്റ് ഇതിലേക്ക് വരികയാണ്. ഇത് പവർ സോക്കറ്റ് വയറിംഗ് ചെയ്യുമ്പോൾ 4² mm വയർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മിനിമം 2.5 എങ്കിലും നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. ഗേജ് കുറഞ്ഞ വയറാണെങ്കിൽ ഹീറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ലോഡ് കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ ഹീറ്റ് ആകും. അതുകൊണ്ടാണ് ഗേജ് കൂടുതലുള്ള വയർ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ന്യൂട്രൽ ഈ കാണുന്ന സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡയറക്റ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് എർത്ത് പോയിന്റ് ആണ്. എർത്ത് പോയിന്റ് ഈ കാണുന്ന ലിങ്ക് ബാറിൽ നിന്നും ഇതുപോലെ നേരെ ഒരു വയറിട്ട് കണക്ട് ചെയ്യുക. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ MCBയിൽ നിന്നാണ് ഫസ്റ്റ് റൂമിലേക്കുള്ള സർക്യൂട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ MCBയിൽ നിന്നും ഒരു 2.5ൻ്റെ വയറോ 1.5ൻ്റെ വയറോ സർക്യൂട്ടിനായി ഉപയോഗിക്കേണ്ടതാണ്. അതിനായി ഇവിടെ നിന്നും ഒരു വയർ ഇതുപോലെ സ്വിച്ചിൻ്റെ താഴെയുള്ള സ്ക്രൂവിലാണ് കണക്ട് ചെയ്യേണ്ടത്. 3 ഫേസിൻ്റെ വയറിങ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും
ഐ ബട്ടൺ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ മറ്റ് വീഡിയോകളുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.textforyou.com എന്നാണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. എല്ലാ സ്വിച്ചും തമ്മിൽ ലൂപ്പ് ചെയ്യേണ്ടതാണ്. നമുക്ക് സർക്യൂട്ട് ആദ്യം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ലൂപ്പ് ചെയ്യാം. പിന്നെ ന്യൂട്രലാണ്. ന്യൂട്രൽ ഇതുപോലെ ഡയറക്റ്റ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. പിന്നീട് എർത്ത് നേരെ നമ്മുടെ സോക്കറ്റിൻ്റെ മുകളിലത്തെ വലിയ പിന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തതായി ഇതുപോലെ എല്ലാ സ്വിച്ചിൻ്റെയും അടിവശത്തായി ഇതുപോലെ ലൂപ്പ് ചെയ്യുക. എല്ലാ സ്വിച്ചിനും സപ്ലൈ കിട്ടുന്നതിനായിട്ടാണ് ഇതുപോലെ ലൂപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോക്കറ്റിലേക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്താൽ സപ്ലൈ കിട്ടുന്നതിനായി ഈ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഒരു വയർ ഇതുപോലെ ഈ റൈറ്റ് സൈഡിലെ പിന്നിലേക്ക് കണക്ട് ചെയ്യുക. അടുത്തതായി ഈ ബൾബുകൾക്കും ഫാനിനും നമുക്ക് ന്യൂട്രൽ കണക്ട് ചെയ്യണം. അതിനായി ഈ ന്യൂട്രൽ പോയിന്റ് എവിടെയാണോ വന്നിരിക്കുന്നത്, മിക്കവാറും സോക്കറ്റിലായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും ലൂപ്പ് എടുത്ത് നേരെ ബൾബിലേക്കൊരു ന്യൂട്രൽ കൊടുത്തു അവിടെ നിന്നും അടുത്ത ബൾബിലേക്കും ഇതുപോലെ ലൂപ്പ് ചെയ്യുക. ബൾബിൽ നിന്നും വരുന്ന ഈ കോമൺ ന്യൂട്രൽ തന്നെയാണ് ഫാനിനും ന്യൂട്രൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഫാനുകൾക്കും ബൾബിനും ഇതുപോലെ ന്യൂട്രൽ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഫാനിൻ്റെ കൺട്രോളാണ്. ഫാനിൻ്റെ കൺട്രോളും രണ്ട് ബൾബിനുള്ള കൺട്രോൾ സപ്ലൈയുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ സെക്കൻഡ് സ്വിച്ചിൽ നിന്നും നമുക്ക് ഈ ബൾബിന് കണക്ഷൻ കൊടുക്കാം ഇതുപോലെ. അടുത്തതായി സെക്കൻഡ് ബൾബിനുള്ള സപ്ലൈ കൂടി കൊടുക്കണം. ഇതുപോലെ സെക്കൻഡ് ബൾബിനും ഈ സ്വിച്ചിൽ നിന്നും മൂന്നാമത്തെ സ്വിച്ചിൽ നിന്നും സെക്കൻഡ് ബൾബിനും നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഫാനിൻ്റെ കൺട്രോളാണ് കൊടുക്കേണ്ടത്. ഫാനിന് കൺട്രോൾ കൊടുക്കാനായി ഈ സ്വിച്ചിൽ നിന്നും ഫാൻ റെഗുലേറ്ററിൻ്റെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുക. ഫാൻ റെഗുലേറ്ററിന് രണ്ട് ലീഡുകൾ കാണും, ഒരു ഇന്നും ഒരു ഔട്ടുമായിരിക്കും. ഈ സ്വിച്ചിൽ നിന്നും റെഗുലേറ്ററിൻ്റെ ഒരു വയറിലേക്ക് ഇതുപോലെ ലൂപ്പ് ചെയ്ത് കൊടുക്കുക. റെഗുലേറ്ററിൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ നിന്നും ഒരു വയർ ഇതുപോലെ കണക്ട് ചെയ്ത് നേരെ ഫാനിലേക്കുമാണ് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റൂമിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ DB ഓണാക്കി കഴിഞ്ഞാൽ പവർ സോക്കറ്റും നമ്മുടെ ഈ ഫസ്റ്റ് റൂമിലെ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് സെക്കൻഡ് റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ റൂം. രണ്ടാമത്തെ റൂമിലും രണ്ട് ബൾബും ഒരു ഫാനും ഉള്ള സെയിം വയറിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അടുത്തതിനായി നമുക്ക് ഇത് കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. കളർ ഇത് തന്നെ റെഡ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. അടുത്ത കളർ നമുക്ക് രണ്ടാമത്തെ റൂമിനെ തിരിച്ചറിയാൻ വേണ്ടി മറ്റൊരു കളർ യൂസ് ചെയ്യാവുന്നതാണ്. അതിനായി രണ്ടാമത്തെ റൂമിലേക്കുള്ള നമുക്ക് വയറുകൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ വയറിങ്ങിനായി നമ്മൾ ന്യൂട്രൽ തന്നെയാണ് ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ന്യൂട്രൽ ഈ സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്യണം. അടുത്തതായി നമുക്ക് എർത്ത് വയർ ഈ ലിങ്കിൽ നിന്നും നേരെ സോക്കറ്റിൻ്റെ മുകളിലത്തെ പിന്നിൽ, അതായത് വലിയ പിന്നിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. നമുക്കിനി ഈ റൂമിലേക്ക് വരേണ്ടത് ഫേസ് സർക്യൂട്ടാണ്. നമുക്ക് ഇവിടെ ഒരു ഫാൻ കൂടി വേണം. ഫാൻ കൂടി ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തായി മൂന്നാമത്തെ MCBയിൽ നിന്നും ഒരു സർക്യൂട്ട് കൂടി, ഒരു ഫേസ് സർക്യൂട്ട് കൂടി ഈ സ്വിച്ച് ബോർഡിലേക്ക് വരേണ്ടതുണ്ട്. അതിനായി ബ്ലൂ ലൈനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇത് ലൂപ്പ് ചെയ്ത് എല്ലാ സ്വിച്ചിലേക്കും മുകളിൽ കാണിച്ച പോലെ തന്നെ ലൂപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ന്യൂട്രൽ ഇവിടെ നിന്നും ബൾബിലേക്ക് വന്നിട്ടുണ്ട്. ബൾബിൻ്റെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ അടുത്ത ബൾബിലും ഈ ഫാനിനും ന്യൂട്രൽ കോമണായി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ട് ബൾബിനും ഫാനിനും നമ്മൾ ന്യൂട്രൽ കോമണായി കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ എല്ലാം കൺട്രോൾ സപ്ലൈ ആണ്. രണ്ട് ബൾബിനും ഫാനിനും കൺട്രോൾ സപ്ലൈ ആണ് പോകേണ്ടത്. ഈ സോക്കറ്റിന് കൺട്രോൾ സപ്ലൈ പോകണം. അതിനായി ഈ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും ഈ സോക്കറ്റിൻ്റെ വലത് സൈഡിലേക്ക് ഇതുപോലെ ഒരു ലൂപ്പ് കൊടുക്കുക. അടുത്തായി ഫാൻ കൺട്രോളിനുള്ള ഈ സ്വിച്ചിൽ നിന്നും ഒരു ലൂപ്പ് ഈ റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഫാനിൻ്റെ കൺട്രോളിങ്ങിനായി ഫാൻ റെഗുലേറ്ററിൽ നിന്നും ഒരു വയർ ഇതുപോലെ കണക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഈ വലത് സൈഡിൽ കാണുന്ന ഈ ബൾബിനുള്ള സപ്ലൈ ആണ് ഇപ്പോൾ കണക്ട് ചെയ്തത്. ഈ രണ്ടാമത്തെ സ്വിച്ചിൽ നിന്നും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബൾബിനും ഇതുപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ രണ്ട് റൂമിൻ്റെയും വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര റൂം ഉണ്ടെങ്കിലും ഇതുപോലെ MCBയിൽ നിന്നും ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ഇതുപോലെ വയറിങ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്ര വലുതായി കാണിച്ചത് കാരണം കൂടുതൽ റൂം ആഡ് ചെയ്യുന്നില്ല. ഓരോ റൂമിലേക്കും നമ്മൾ സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുപോകേണ്ടത് നിർബന്ധമാണ്. എർത്ത് ലീക്കേജ് ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മുടെ ഈ RCCB ട്രിപ്പായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ MCBകളെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഓരോ MCB ആയി ഓൺ ചെയ്ത് കൊടുത്താൽ ഏത് റൂം ഓൺ ചെയ്യുമ്പോഴാണ് ട്രിപ്പാകുന്നത് എന്ന് മനസ്സിലാവുകയും ആ MCB ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ആ റൂമിലെ ഉപകരണങ്ങൾ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് മറ്റ് റൂമുകളിലേക്ക് സപ്ലൈ ലഭിക്കുന്നതുമാണ്. അങ്ങനെയാണ് നമ്മൾ ELCB ട്രിപ്പായിട്ട് നമ്മൾ ഓൺ ചെയ്താൽ ഓൺ ആകുന്നില്ല എങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ റൂം 2 എർത്ത് ലീക്കേജായി ട്രിപ്പായിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇതിനകത്തെ ഉപകരണങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും. ഇതുപോലെയാണ് സിംഗിൾ ഫേസ് വയറിങ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയതായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.